57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസാണ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിന്തറ്റിക് ട്രാക്കും സ്റ്റേഡിയവും വേദിയാകും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ 1500-ൽ പരം കായിക താരങ്ങൾ 125ഓളം കോളേജുകളെ പ്രതിനിധീകരിച്ച് മാറ്റുരയ്ക്കും. പുരുഷ, വനിത, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2024-25 വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂർ സെന്റ് തോമസ് കോളേജ്, രണ്ടാം സ്ഥാനക്കാരായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിലാണ് പുരുഷ വിഭാഗത്തിലെ പ്രധാന കിരീട പോരാട്ടം. വനിതാ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, വിമല കോളേജ് തൃശൂർ, മേഴ്സി കോളേജ് പാലക്കാട് എന്നിവർ കിരീടത്തിനായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. 2025 ഡിസംബർ 31, 2026 ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന മീറ്റ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സർവകലാശാല കായിക വിഭാഗത്തിന്റെ ചാർജ് വഹിക്കുന്ന സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് MB ഫൈസൽ, മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ ചാമ്പ്യൻഷിപ്പിനെക്കുറിച്ച് വിശദീകരിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത, തൃശൂർ ജില്ലയുടെ അഭിമാനമായ ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ എന്നിവർ മുഖ്യാതിഥികളാകും. കുന്നംകുളത്തെ സംബന്ധിച്ച് മുൻപ് സംസ്ഥാന കായികമേളയ്ക്ക് ആതിഥേയം വഹിച്ച ഒരു അനുഭവം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലെ വിവിധ കോളേജുകളിൽ നിന്ന് വരുന്ന കായിക പ്രതിഭകൾക്ക് മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഏറെ സന്തോഷത്തോടെ തന്നെയാണ് കുന്നംകുളം അവരെ സ്വാഗതം ചെയ്യുന്നത്. ആശങ്കകളുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം കാണാൻ പോലും ഒരു സ്റ്റേഡിയത്തിലോ എവിടെയും പോയിട്ടില്ല എൻ്റെ കലാലയ ജീവിത സമയങ്ങളിലൊന്നും. എന്നാൽ ആശങ്കകൾ മാറാൻ എനിക്ക് ഒന്നാമത്തെ കാരണം എൻ്റെ ജോഷി സാറാണ്. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന സാറ് കൂടെ ഉണ്ടെന്നുള്ളത്. 2, ഇത് നടക്കാൻ പോകുന്ന കുന്നംകുളത്തല്ലേ, എല്ലാം നടത്തി പരിചയമുള്ള കുന്നംകുളം, ഏത് കാര്യങ്ങളെയും ഹൃദയത്തിൽ ചേർത്ത് സ്വീകരിക്കുന്ന കുന്നംകുളം, ആ കുന്നംകുളം കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ കേസ് പറഞ്ഞു. മൊത്തം നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്ത് 1048 കായിക താരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 1148 കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 113 കോളേജുകളിൽ നിന്നായിട്ടാണ് ഇവരിവിടെ മാറ്റിവയ്ക്കുന്നത്. അതിനകത്ത് 3 വിഭാഗങ്ങളിലായി, മെയിൽ, ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി 48 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. 3 ദിവസങ്ങളായി മത്സരങ്ങൾ നടക്കും. നിരവധിയായി വന്നിട്ടുള്ള അന്തർദേശീയ താരങ്ങൾ ഈ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അത്ലറ്റിക് മീറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്ലറ്റിക് മീറ്റാണ്. ഒരു കോളേജിൽ തന്നെ ഒരു ഇനത്തിൽ 2 കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അത്ലറ്റിക് മീറ്റാണ്. ഇവിടുന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യും. നേരത്തെ ഈ സർട്ടിഫിക്കറ്റുകൾ റിസൾട്ടായി അതിൻ്റെ ഒരു കാലതാമസം എടുത്തിരുന്നു. ഇത് ആദ്യമായി സോഫ്റ്റ്വെയർ മുഖാന്തരം, ചാമ്പ്യൻ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ മുഖാന്തരം നമ്മൾ ഇവിടെ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ കൊടുത്ത് അതിൻ്റെ ചടങ്ങുകൾ മുഴുവൻ പൂർത്തീകരിക്കും. 2-ാം തീയതി ഈ മേള അവസാനിക്കുന്നതോടെ മുഴുവൻ കായിക താരങ്ങൾക്കും അവരുടെ മെറിറ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് ചാമ്പ്യൻ. ഈ മേള എല്ലാം കൊണ്ട് സവിശേഷമാർന്നതാണ് 57ാമത് മേള. ഇത് ആദ്യമായൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിന് തയ്യാറാവുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ലാതെ അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും ഇങ്ങോട്ട് പറിച്ചു നട്ടൊരു മേള നടത്തുക എന്ന് പറയുന്നതിൻ്റെ എല്ലാ സന്തോഷവും ആശങ്കയും ഒക്കെ ഇവിടെയുണ്ട്. ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെട്ടു. കായിക താരങ്ങളെല്ലാം എത്തി. വിവിധ സ്ഥലങ്ങളിലായി ഒഫീഷ്യൽസ് എല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ആസ് യൂഷ്വൽ മേള ആരംഭിക്കും. 6 മണിക്കാണ്. നമുക്കിവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു മേളയിൽ സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അത് കുന്നംകുളം ആയതുകൊണ്ടുകൂടി നമ്മൾ ധൈര്യത്തോടു കൂടി അത് ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കുന്നംകുളത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് പ്രാപ്തരായിട്ടുള്ള കമ്പ്യൂട്ടർ ടെക്നോളജി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ് അതിന് തയ്യാറായിട്ടുണ്ട്. അവർ ഇന്നും 3 ദിവസം ഫുള്ളായിട്ട് ഇവിടെ അതിനുവേണ്ടി എല്ലാ കാര്യം ഉണ്ടാവും. ഒപ്പം തന്നെ അത്ലറ്റിക് അസോസിയേഷൻ അവരിലെ ആളുകളൊക്കെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ പത്രസമ്മേളനത്തിന് പങ്കെടുത്തിരുന്നു. അവരൊക്കെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷവും വളരെ ധൈര്യവും നമുക്ക് തരുന്നത് തന്നെയാണ് കാര്യം. ഒരുപക്ഷെ ഇത് കുന്നംകുളത്തിൻ്റെ പുതിയൊരു അനുഭവമാണ്.
മുൻകാലങ്ങളിൽ ബാസ്ക്കറ്റ് ബോളിൻ്റെ സംസ്ഥാനതല മത്സരങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിൽ അടുത്ത കാലത്തായി ഈ സ്പോർട്സ് സമുച്ചയം ഇവിടെ വന്നതോടുകൂടി വിവിധങ്ങളായ മത്സരങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വിജയകരമായി നടത്തിയ ഒരു അനുഭവമാണ് കുന്നംകുളത്തിനുള്ളത്. ഇതും ഏറ്റവും വിജയകരമായി നടത്തുന്നതിന് വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായി കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന കുറേ അധികം അധ്യാപകർ തന്നെ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഉദാഹരണം കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ശ്രീനേഷ് എന്ന് പറഞ്ഞ മാഷുണ്ട്. അദ്ദേഹമാണ് ഈ സ്പോർട്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആ ഒരു ആത്മവിശ്വാസം, ഈ കായിക താരങ്ങളുടെ ഒരു കൂട്ടായ്മ, അവരുടെ നേതൃത്വപരമായ പങ്ക് ഒക്കെ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കാരണമാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അന്തർദേശീയ താരങ്ങളായ 2022 കുവൈറ്റിൽ നടന്ന ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഡിസ്കസ് ത്രോയിൽ സിൽവർ മെഡൽ നേടിയ KC സർവൻ 2023 ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട് പുട്ടിൽ വെങ്കലവും 2023 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ ഷോട്ട് പുട്ടിൽ വെങ്കലവും നേടിയിട്ടുള്ള VS അനുപ്രിയ 2024-25 വേൾഡ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 110 മീറ്റർ മത്സരിച്ച റാഹിൽ സക്കീർ 2024-25 വേൾഡ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച B അനഘ തുടങ്ങിയ കായിക പ്രതിഭകളുടെ സാന്നിധ്യം മേളയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. മാംഗ്ലൂർ അൽവാസ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അന്തർ സർവകലാശാല മത്സരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങളെ ഈ മേളയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുകയെന്നും സംഘാടകരായ ഫാദർ ബെഞ്ചമിൻ OIC, ഡോക്ടർ CL ജോഷി, ഡോക്ടർ KS ഹരിദയാൽ, മാത്യു ഐസക്, PM ശ്രീനേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.